Hi students, welcome to our next session. In this session, we can discuss about role of government in market economy. The role of government in market economy are explained as follows. The first one is provide economy with a legal structure. It is one of the important role of government to provide a legal structure like property right, enforcement contract, impose penalty, etc. These are all the functions of government. അപ്പോൾ ഗവൺമെന്റിന്റെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് റോൾ എന്ന് പറയുന്നത് ലീഗൽ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക. എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു ലീഗൽ ടച്ച് ഓർ ലീഗൽ സ്ട്രക്ചർ കൊടുക്കുക. പ്രോപ്പർട്ടി റൈറ്റ്സ്, ദെൻ എൻഫോഴ്സ്മെന്റ് ഓഫ് കോൺട്രാക്ട്, ഇമ്പോസ് പെനാൽറ്റി ഫോർ ദി ഫൗൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുക. എല്ലാത്തിലും ഒരു ലീഗൽ ടച്ച് കൊണ്ടുവരിക. അതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. Then next, protect the environment. The second role of government is to protect the environment. Sometimes market system fails to produce efficient products because of side effects. Such side effects are known as externalities. These externalities may have impact on the outside parties. If the impact of outside party is negative, it is called negative externalities. That is cost. If the impact is positive, it is called positive externalities. That is benefit. So the second role of government is to protect the environment. How government can protect environment? ഇപ്പോൾ നമ്മൾ പറയുന്നത് മാർക്കറ്റ് സിസ്റ്റം, പലപ്പോഴും മാർക്കറ്റ് സിസ്റ്റം എഫിഷ്യൻറ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നത് സൈഡ് എഫക്ട്സ് മൂലമാണ്. ഇത്തരം സൈഡ് എഫക്ട്സിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റേണാലിറ്റീസ്. എക്സ്റ്റേണാലിറ്റീസ് രണ്ട് തരത്തിൽ വരാം. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. എക്സ്റ്റേണാലിറ്റീസ് മേ ഹാവ് ഇമ്പാക്ട് ഓൺ ദ ഔട്ട്സൈഡ് പാർട്ടീസ്. ഇപ്പൊ നമ്മളൊരു കെമിക്കൽ ഫാക്ടറിയാണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് അവരെവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യാണ്. അത് നമ്മളുടെ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എക്സ്റ്റേണാലിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ ഈ എക്സ്റ്റേണാലിറ്റീസ്, അതായത് ഔട്ട്സൈഡ് പാർട്ടിയിൽ നിന്ന് നമ്മളുടെ ബിസിനസ് ഫേമിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്നാണ് പറയാം. അല്ലെങ്കിൽ കോസ്റ്റ് ആണ് അത്, നമുക്ക് കോസ്റ്റ് ആണ്, അത് ബെനിഫിറ്റ് അല്ല. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഫാക്ടറി ഓർ ബിസിനസ് ബ്രിങ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്. പബ്ലിക് നമ്മളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് നമ്മളെ കുറിച്ചിട്ട് നല്ലത് പറയുകയാണെങ്കിൽ അത് നമ്മളുടെ ബെനിഫിറ്റ് ആണ്. എനിവേ നമ്മൾ എൻവിയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. എൻവിയോൺമെന്റിലെ പൊല്യൂഷൻ ഉള്ള കാരണങ്ങളൊന്നും നമ്മളുടെ ഓർഗനൈസേഷൻ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഗവൺമെന്റ് നോക്കണം. അപ്പൊ രണ്ട് തരം എക്സ്റ്റേണാലിറ്റീസ് ഉണ്ട്, നെഗറ്റീവും പോസിറ്റീവും. അപ്പോൾ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ഈസ് ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ്. അതിനുള്ള മെഷേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് ആ പൊല്യൂഷനും അതിൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്. Then protect the private property rights. What do you mean by private property? Private property rights refers to the legal ownership of resources, which include the right to own, use and sell them. പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞാൽ ലീഗൽ ഓണർഷിപ്പ് ആണ്. ചില റിസോഴ്സുകളുടെ ലീഗൽ ഓണർഷിപ്പിനെയാണ് നമ്മൾ പറയുക പ്രോപ്പർട്ടി റൈറ്റ്. ആ പ്രോപ്പർട്ടി റൈറ്റ് ഉള്ള ആളുകൾക്ക് അവരുടെ ആ പ്രൊഡക്റ്റ് അവർ തന്നെ ഓൺ ചെയ്യും, അവർ തന്നെ അത് യൂസ് ചെയ്യും, അവർക്ക് മാത്രമാണ് അത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ പ്രോപ്പർട്ടി റൈറ്റ്. അപ്പൊ പ്രോപ്പർട്ടി റൈറ്റ് ഉള്ള ആളുകൾക്ക് ആ ലീഗൽ ഓണർഷിപ്പ് അതിന്മേലുണ്ട്. വേറെ ആരെങ്കിലും ഇവരുടെ പ്രോപ്പർട്ടി ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ലീഗൽ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പ്രോപ്പർട്ടി റൈറ്റ്സ്. ഗവൺമെന്റ് ഷുഡ് പ്രൊവൈഡ് എ ലീഗൽ സിസ്റ്റം ടു മേക്ക് ആൻഡ് എൻഫോഴ്സ് ലോസ് ആൻഡ് ടു പ്രൊട്ടക്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ്. ഗവൺമെന്റ് ഒരു ലീഗൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം ടു മേക്ക് ആൻഡ് എൻഫോഴ്സ് ലോസ്. ഗവൺമെന്റ് ഇതിന് അഗെയിൻസ്റ്റ് എൻഫോഴ്സ് ചെയ്യണം, ലോസ് ഒക്കെ എൻഫോഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ്സുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റിന്റെ റോൾ എന്ന് പറയുന്നത്. ദെൻ ഗവൺമെന്റിന്റെ നെക്സ്റ്റ് റോളാണ് പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ. വാട്ട് ഡു യു മീൻ ബൈ ഇൻഫ്രാസ്ട്രക്ചർ? ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആർ ദ ബേസിക് ഫെസിലിറ്റീസ് ഫോർ ദ പബ്ലിക്. പബ്ലിക്കിന് വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ബേസിക് ഫെസിലിറ്റീസ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മൾ പറയുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ ഓർ ബേസിക് ഫെസിലിറ്റീസ് ആർ എക്സാമ്പിൾസ് ആർ transportation,
power generation, communication, banking, educational and health facilities. These are all the basic facilities provided by government to the പബ്ലിക് അറ്റ് ലാർജ്. ഒരുപാട് ആളുകൾക്ക് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബേസിക് ഫെസിലിറ്റീസ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതും നമ്മളുടെ ഇക്കണോമിനെ ഡെവലപ്പ് ചെയ്യും. Then stabilize economy and encourage economic growth. The next role of government is to stabilize economy and encourage economic growth. ഗവൺമെന്റിന് നമ്മുടെ ഇക്കണോമിനെ സ്റ്റെബിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് എൻകറേജ് ചെയ്യുക. How it will be possible? They stabilize the economy by reducing unemployment and inflation and promoting economic growth. എങ്ങനെയാണ് ഗവൺമെന്റിന് അത് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക? അൺഎംപ്ലോയ്മെന്റ് ഒഴിവാക്കുക, പ്രൊവൈഡ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാം. അതിലൂടെയൊക്കെ ഇക്കണോമിക് ഗ്രോത്ത്, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് മെഷേഴ്സ്, ഫിസിക്കലായിട്ട് മോണിറ്ററി ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. അപ്പൊ ആ വിധത്തിലെല്ലാം നമ്മളുടെ ഇൻഫ്ലേഷൻ, അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ കുറച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇക്കണോമി സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് സാധിക്കും. Then provide public goods. Most goods and services in the economy are പ്രൈവറ്റ് ഗുഡ്സ്. നമുക്കറിയാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ഗുഡ്സ് ആൻഡ് സർവീസസും ഫ്രം പ്രൈവറ്റ് ഏജൻസീസ് ആണ്, അല്ലെ? പ്രൈവറ്റ് ഏജൻസീസ് പ്രിപ്പയർ ചെയ്യുന്ന ഗുഡ്സിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന് വി ഹാവ് ടു പേ എ ലോട്ട്, അല്ലെ? നമ്മൾ ഒരുപാട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. പീപ്പിൾ ക്യാൻ കൺസ്യൂം പബ്ലിക് ഗുഡ്സ് വിത്തൗട്ട് പേയിങ് ഫോർ ദിം. അതേസമയം നമ്മൾ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, ഗവൺമെന്റിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതാണ് പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേ ചെയ്യാതെ തന്നെ അത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം നിയർ ബൈ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഗവൺമെന്റ് സ്കൂൾസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നാലും ആളുകൾ അധികം യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ആളുകൾ കൂടുതൽ യൂസ് ചെയ്യും. പ്രൈവറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസ് ചെയ്യുമ്പോൾ ദേ ഹാവ് ടു പേ ലോട്ട്, ഒരുപാട് അവർക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷെ ഗവൺമെന്റ് ഇത് തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ദീസ് ഗുഡ്സ് ഹാവ് ഗവൺമെന്റ് പ്രൊവൈഡ് ദീസ് ഗുഡ്സ് വിത്ത് ഹാവ് ഹൈ സോഷ്യൽ പ്രയോറിറ്റി ബട്ട് വെരി ലോ പ്രോഫിറ്റ് മാർജിൻ. ഗവൺമെന്റ് കൊടുക്കുന്ന ഈ എല്ലാ സർവീസുകളും സോഷ്യൽ പ്രയോറിറ്റി ഉള്ളതാണ്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സോഷ്യലി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഗവൺമെന്റ് പബ്ലിക് ഗുഡ്സ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അതിന് ഗവൺമെന്റിന് കിട്ടുന്ന മാർജിൻ എന്ന് പറയുന്നത്, പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് വെരി ലോയാണ്. നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇപ്പൊ ഗവൺമെന്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നവർ ഇപ്പൊക്കെ വ്യത്യാസങ്ങൾ വന്നു, എന്നാലും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ അധികം പ്രിഫർ ചെയ്യാറില്ല. Examples of government goods or public goods are roads, railways, bridges, street lights, national defense, police, fire force, postal service are all the services rendered by government. Then redistribute the income. One of the important problem faced by the Indian economy is inequality in income. നമുക്കറിയാം എല്ലാവരുടെ ഇടയിലും ഇൻകത്തിലെ ഈക്വാലിറ്റി ഇല്ല, ഡിസ്ക്രിമിനേഷൻ among people in case of income. Some people are rich and some people are very poor. This is inequality in income. An important role of government is to redistribute the income by taxing those people with large income and give it to needy people. അപ്പൊ ഗവൺമെന്റിന് എന്താണ് ഇത് ചെയ്യാൻ പറ്റുക? ഇംബാലൻസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ, അതിനുവേണ്ടി ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? ദ ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് ടാക്സ് ടു റിച്ച് പീപ്പിൾ, അല്ലെ? റിച്ച് പീപ്പിളിന് അവർക്ക് ടാക്സ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന മണി പുവർ പീപ്പിളിനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നീഡി പീപ്പിളിന് ആ മണി കൊടുക്കാനായിട്ട് സാധിക്കുക? ബൈ വേ ഓഫ് പ്രൊവൈഡിങ് വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ലൈക്ക് ഇൻഷുറൻസ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സോ ഓൺ. ഇപ്പൊ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരുപാട് സ്കീംസ് ഉണ്ട്. ഇപ്പം കാരുണ്യ, അങ്ങനെയുള്ള ഒരുപാട് ഇൻഷുറൻസുകൾ അവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അപ്പൊ ഇവരിൽ നിന്ന് കിട്ടുന്ന ഈ ടാക്സ് ഇൻകം വഴിയാണ് ഗവൺമെന്റ് പബ്ലിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീഡി പേഴ്സന് വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ടാക്സ് സോഴ്സിൽ നിന്നാണ്. ഓക്കെ, ഇപ്പൊ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? റിച്ചിന്റെ കയ്യിൽ നിന്ന് ഈ മണി ടാക്സ് വഴി കളക്ട് ചെയ്ത് ഇത് നീഡി ആയിട്ടുള്ള പേഴ്സൺസിന് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, ഇൻഷുറൻസ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ആയിട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ റെഗുലേറ്റിംഗ് പ്രൈവറ്റ് സെക്ടർ.
ഇപ്പോൾ ട്രെമൻഡസ് ഗ്രോത്ത് ആണ് പ്രൈവറ്റ് സെക്ടറിന്, പ്രത്യേകിച്ച് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി, ഇക്കണോമിക് പോളിസികളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ പ്രൈവറ്റ് സെക്ടറിൽ വന്നു അല്ലെ. ഒരുപാട് ലിബറലൈസേഷൻ വന്നു, ഗവൺമെന്റ് ഒരുപാട് ലിബറൽ ആയിട്ട് മാറി, സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് പ്രൈവറ്റ് സെക്ടറിന് ട്രെമൻഡസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണുള്ളത്. ഗവൺമെന്റ് ഷുഡ് മേക്ക് ദ ഓവറോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ആർ ബൈൻഡിങ് ഓൺ ദ പ്രൈവറ്റ് സെക്ടർ. ഗവൺമെന്റ് ഇവരെ ബൈൻഡ് ചെയ്യുന്ന രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഉണ്ടാക്കണം പ്രൈവറ്റ് സെക്ടറിന്. അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെബി, അതുപോലെ തന്നെ IRDA, ഇൻഷുറൻസ് ആണ്. പ്രൈവറ്റ് ഇൻഷുറൻസ് ആർ മോർ ഇൻ അവർ കൺട്രി. അപ്പൊ അങ്ങനെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി, അതുപോലെ തന്നെ സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള ഒരുപാട് കൺട്രോളുകൾ, അവരുടെയൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് ഒരുപാട് ഇഫർട്ടുകൾ എടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ഹാസ് ടു ടേക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെഷേഴ്സ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ പ്രൈവറ്റ് സെക്ടർ. താങ്ക് യു ഓൾ.